എല്ലാത്തരം വിയർപ്പും ഒരുപോലെയല്ല. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന സ്വാഭാവിക ശാരീരിക പ്രവർത്തനമാണ് വിയർക്കുക എന്നത്. ചൂട് കൂടുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ശാരീരിക അധ്വാനം ചെയ്യുമ്പോഴോ ശരീരത്തിൽ ആന്തരിക താപനില ഉയരും. ഈ സാഹചര്യത്തിൽ വിയർപ്പ് ഗ്രന്ഥികൾ ചർമ്മത്തിന് ഉപരിതലത്തേക്ക് വിയർപ്പൊഴുകുകയും ഇത് ബാഷ്പീകരിക്കുമ്പോൾ ശരീരം തണുക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിന്റെ ആന്തരിക താപനില കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ ശരീരം വിയർക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയുമാകാം. വിയർക്കുക എന്ന പ്രക്രിയ നാഡീവ്യവസ്ഥയാൽ നിയന്ത്രിക്കപ്പെടുന്നതാണെങ്കിലും ഹോർമോൺ പ്രവർത്തനം, ശരീര താപനില, വികാരങ്ങൾ എന്നിവയാൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യാം. ശരീരം വിയർക്കാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ശരീര താപനില ഉയരുന്നത് സമ്മർദ്ദമോ വികാരങ്ങളോ മൂലം. ഇങ്ങനെ വ്യക്തമായ കാരണങ്ങൾ ഇല്ലാതെ വിയർക്കുന്നത് ശരീരം കൂടുതൽ ആഴത്തിലുള്ള മറ്റെന്തിൻ്റെങ്കിലും സൂചന നൽകുന്നുവെന്നാണ്. മിക്ക അവസരങ്ങളിലും ആളുകൾ ഈ ലക്ഷണങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തൈറോയ്ഡ് അസന്തുലിതാവസ്ഥ, അണുബാധകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളുടെ പാർശ്വഫലം എന്നിവയുമായി ഇത് ബന്ധപ്പെട്ടേക്കാം. രാത്രിയിലെ അമിത വിയർപ്പിനൊപ്പം പനി, ശരീരഭാരം കുറയൽ, ക്ഷീണം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഹോർമോൺ അസന്തുലിതാവസ്ഥ, ചിലതരം വിട്ടുമാറാത്ത രോഗങ്ങൾ, അണുബാധകൾ എന്നിവയൊക്കെയാകാം ഇതിനുള്ള കാരണങ്ങൾ. തണുത്തതും ഒട്ടിപ്പിടിക്കുന്നതുമായ വിയർപ്പ് അമിത സമ്മർദ്ദത്തോടുള്ള പ്രതികരണമായും ഹൃദയാഘാതം അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ കുറവ് കൊണ്ടും സംഭവിക്കാവുന്നതാണ്. അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വിയർപ്പ് ഹൃദ്രോഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു സാധാരണ ലക്ഷണമാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഹൃദയ സംബന്ധമായ രോഗമുള്ളവരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പഠനം വ്യക്തമാക്കുന്നു. കൈപ്പത്തി, കാലുകൾ ഇവ വിയർക്കുന്നത് സമ്മർദ്ദം മൂലമാകാം. മുഖം അമിതമായി വിയർക്കുന്നത് അമിത ഹോർമോൺ വ്യതിയാനങ്ങളോ ഉപാപചയ അവസ്ഥകളോ ആയി ബന്ധപ്പെട്ടാണ്. ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രമുണ്ടാകുന്ന വിയർപ്പ് സ്ഥിരമാണെങ്കിൽ ഇത് വ്യവസ്ഥാപരമായ പല പ്രശ്നങ്ങളെ സൂചിപ്പിക്കാം.